മലയാള സിനിമയിലെ താരരാജാക്കന്മാരിൽ ഒരാളാണ് നമ്മുടെ DQ അഥവാ ദുൽഖർ സൽമാൻ എന്നത്. ഇത്തരത്തിൽ തന്നെ ദുൽഖർ സൽമാന്റെ കാറുകൾ, ആസ്തി, ആഡംബര ജീവിതം ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. സോ സമയം കളയാതെ നേരെ നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ദുൽഖർ സൽമാന്റെ ജീവിതകഥ ചെറുതായിട്ടൊന്ന് നോക്കാം. 1986 ജൂലൈ 28 മമ്മൂട്ടിയുടെയും സുൽഫത്തിന്റെയും രണ്ടാമത്തെ മകനായി കൊണ്ടാണ് കൊച്ചിയിൽ ഇദ്ദേഹം ജനിക്കുന്നത്. സ്കൂൾ വിദ്യാഭ്യാസം കേരളത്തിൽ തന്നെ പഠിക്കുകയായിരുന്നു. പിന്നീട് ഉയർന്ന വിദ്യാഭ്യാസത്തിനായിട്ട് ചെന്നൈയിൽ ഇദ്ദേഹം പോകുന്നുണ്ട്. അവിടുന്ന് വീണ്ടും അങ്ങനെ ഇദ്ദേഹം അമേരിക്കയിലെ പാർഡർ സർവകലാശാലയിൽ നിന്നും ബാച്ചിലർ ഓഫ് ഡിഗ്രിയിൽ ഇദ്ദേഹം ഒരു ബിരുദം എടുക്കുകയാണ്. 2011 ഇദ്ദേഹം അമൽ സൂഫിയെ വിവാഹം കഴിക്കുന്നത്. ഇദ്ദേഹം ഇങ്ങനെ സിനിമയിലേക്ക് എത്തുന്നതിന് മുമ്പ് മുംബൈയിലുള്ള പ്രശസ്ത ബാരി ജോൺ ആക്ടിംഗ് സ്റ്റുഡിയോയിൽ നിന്ന് ഒരു 3 മാസത്തെ കോഴ്സ്, അഭിനയ കോഴ്സ് ഇദ്ദേഹം ചെയ്തിരുന്നു. അങ്ങനെ 2012 പുറത്തിറങ്ങിയ ക്രൈം ഡ്രാമ ചിത്രമായിട്ടുള്ള സെക്കൻഡ് ഷോ എന്ന ചിത്രത്തിലൂടെയാണ് ദുൽഖർ തന്റെ സിനിമാ കരിയർ ആരംഭിക്കുന്നത്. താരതമ്യേന അനുഭവ പരിചയമില്ലാത്ത അഭിനേതാക്കളും അണിയറ പ്രവർത്തകരും ഉണ്ടായിരുന്നിട്ടും ഇത് ഒരു വലിയ വിജയം തന്നെയായിരുന്നു. പിന്നീട് അങ്ങോട്ട് അദ്ദേഹം ചെയ്ത രണ്ടാമത്തെ ചിത്രം എന്നത് ഉസ്താദ് ഹോട്ടലായിരുന്നു. കൂടുതലൊന്നും നമ്മൾ പറയുന്നില്ല. പിന്നീട് അങ്ങോട്ട് തന്റെ അഭിനയ ജീവിതം തുടങ്ങിയ ദുൽഖർ സൽമാൻ ഇന്ന് എത്തി നിൽക്കുന്നത് ഇന്ത്യൻ സിനിമയിലെ തന്നെ അറിയപ്പെടുന്ന മുൻനിര നായകന്മാരിൽ ഒരാളായിട്ടാണ്. ഇന്ന് ഇദ്ദേഹം ഒരു ചിത്രത്തിനായിട്ട് വാങ്ങുന്ന പ്രതിഫലം എന്നത് 6 കോടി രൂപ മുതൽ 8 കോടി രൂപ വരെയാണ്. ഇനി നമുക്ക് ഇദ്ദേഹത്തിന്റെ കൈവശമുള്ള കാറുകൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, നടന്മാരിൽ ഏറ്റവും കൂടുതൽ കാറുകൾ കൈവശമുള്ള 2 നടന്മാരാണ് മമ്മൂട്ടിയും ദുൽഖർ സൽമാനും എന്നത്. ഇത്തരത്തിൽ തന്നെ ദുൽഖർ സൽമാന്റെ കൈവശമുള്ള കുറച്ച് കാറുകളൊന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ 5 കോടി 40 ലക്ഷം രൂപ വില വരുന്ന ഫെരാരി 296 GTB, 3 കോടി രൂപ വില വരുന്ന മെഴ്സിഡസ് ബെൻസ് മേബാക്ക് GLS 600, 1 കോടി രൂപയോളം വില വരുന്ന മെഴ്സിഡസ് ബെൻസ് AMG A47S, 1 കോടി 80 ലക്ഷം രൂപ വില വരുന്ന BMW 7 സീരീസ്, 2.5 കോടി രൂപ വില വരുന്ന പോർഷെ പനമേര ടർബോ, 4 കോടി രൂപ വില വരുന്ന ഫെരാരി 458. ഇനി ഈ പറഞ്ഞ കാറുകൾ ഒന്നും കൂടാതെ തന്നെ 4.5 ലക്ഷം രൂപയോളം വില വരുന്ന അൾട്രാ വയലറ്റ് 477 ലിമിറ്റഡ് എഡിഷൻ, 16 ലക്ഷം രൂപ വില വരുന്ന BMW R12 GLS, 9 ലക്ഷം രൂപ വില വരുന്ന ട്രയംഫ് ബോണംവില്ല എന്നീ 3 ബൈക്കുകളും ഇന്ന് ഇദ്ദേഹത്തിനുണ്ട്. നിലവിലെ ഇദ്ദേഹത്തിന്റെ മൊത്തമുള്ള ഒരു വാഹന ശേഖരത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് 35 കോടി രൂപക്ക് മുകളിലാണ്. അത് കൂടാതെ തന്നെ ഇവരുടെ അധിക കാറുകളുടെയും ഒരു ഫാൻസി നമ്പറാണ് 369 എന്നത്. ഇതിന് മാത്രം, ഈ ഒരു നമ്പറിന് മാത്രം ഇവര് ഓരോ തവണയും ഇങ്ങനെ നൽകുന്നത് 4-5 ലക്ഷം രൂപയോളമാണ്. ഇനി ഇദ്ദേഹത്തിന്റെ വീടൊന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ കൊച്ചിയിലുള്ള പെന്റ് ഹൗസിന്റെ ഒരു മൊത്തമുള്ള വില എന്നത് 100 കോടി രൂപക്ക് മുകളിലാണെന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു വീട്ടിൽ തന്നെയാണ് നിലവിൽ ദുൽഖർ സൽമാൻ താമസിക്കുന്നത്. അതുകൂടാതെ തന്നെ ഇദ്ദേഹത്തിന് 10 കോടി രൂപയോളം വില മതിക്കുന്ന 2 വലിയ ഫ്ളാറ്റുകളും ഇദ്ദേഹത്തിന് കേരളത്തിൽ തന്നെ ഉണ്ട്. ഇനി നമുക്ക് ഇദ്ദേഹത്തിന്റെ വാച്ചുകൾ നോക്കുകയാണെങ്കിൽ 60 ലക്ഷം രൂപ വില വരുന്ന റോളക്സ് സ്കൈ ഡ്യുവല്ലർ ഗോൾഡ്, 14 ലക്ഷം രൂപ വില വരുന്ന റോളക്സ് സബ് മറൈനർ, 25 ലക്ഷം രൂപ വില വരുന്ന റോളക്സ് GMT മാസ്റ്റർ, 22 ലക്ഷം രൂപ വില വരുന്ന ഓഡമർ പിഗോട്ട് എന്നിങ്ങനെ അടങ്ങുന്ന കോടികൾ വില മതിക്കുന്ന കുറെ വാച്ചുകൾ ഇന്ന് ദുൽഖർ സൽമാൻ ഉണ്ട്. ഇന്ന് ഇദ്ദേഹം സിനിമക്ക് പുറമെ മറ്റു പല ബിസിനസ്സുകളും ചെയ്യുന്നുണ്ട്. കേരളത്തിലും ദുബായിലുമായിട്ട് ഏകദേശം ഇദ്ദേഹത്തിന്റെ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസിന്റെ മൂല്യം എന്നത് 14 കോടി രൂപക്ക് മുകളിലാണ്. ഇതുകൂടാതെ ഇദ്ദേഹം ധാരാളം കമ്പനികളുടെ ബ്രാൻഡ് അംബാസഡർ കൂടിയാണ്. ഓക്സിജൻ, മാബാർ ഡെവലപ്പേഴ്സ്, JSW പെയിന്റ്സ്, കുക്കു FM എന്നീ കമ്പനികളുടെ ബ്രാൻഡ് അംബാസഡർ ആണ് ഇന്ന് ഇദ്ദേഹം. ഇനി ഈ പറഞ്ഞ കമ്പനികളിൽ നിന്നെല്ലാമായിട്ട് ഇദ്ദേഹത്തിന് ലഭിക്കുന്നത് 75 ലക്ഷം രൂപ മുതൽ 3 കോടി രൂപയോളമാണ്. ഇന്നത്തെ ദുൽഖർ സൽമാന്റെ മൊത്തമുള്ള ഒരു ആസ്തി എന്ന് പറയുന്നത് 200 കോടി രൂപക്ക് മുകളിലാണ്. ഇന്ന് ദുൽഖർ സൽമാൻ എന്നത് മലയാളത്തിനു പുറമെ തമിഴിലും തെലുങ്കിലും എന്തിനേറെ പറയുന്നു ബോളിവുഡിൽ പോലും ഇദ്ദേഹം തന്റെ അഭിനയ മികവ് തെളിയിച്ചതാണ്. നിലവിൽ ഇദ്ദേഹം തന്റെ
ഇദ്ദേഹത്തിന്റെ 13 വർഷത്തെ സിനിമാ ജീവിതത്തിൽ അഭിനയിച്ചത് 40-ലധികം വരുന്ന ചിത്രങ്ങളിലാണ്. ഇന്ന് ഇദ്ദേഹത്തിന് 5-ലധികം വരുന്ന മികച്ച നടനുള്ള അവാർഡും 19-ലധികം വരുന്ന നോബൽ അവാർഡും അതുപോലെ തന്നെ 2023 മോസ്റ്റ് സ്റ്റൈലിഷ് ആക്ടർ എന്ന പേരിൽ ഒരു ഗോൾഡൻ അവാർഡ് കൂടെ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പുരാന നൂർ, ഐ ആം ഗെയിം, വാൻ, ആകാശം ലോകാത്തര, പ്രാണ എന്നീ ചിത്രങ്ങളാണ് വരാനിരിക്കുന്ന ദുൽഖർ സൽമാന്റെ ഏറ്റവും പുതിയ സിനിമകൾ എന്നത്. അപ്പോ നമ്മുടെ വീഡിയോ ജസ്റ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ഈ പറഞ്ഞ ദുൽഖർ സൽമാന്റെ കഥയെക്കുറിച്ച് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. താങ്ക്